ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം കലിംഗ രാജാവ് തന്റെ എല്ലാവിധ സൈന്യ സന്നാഹങ്ങളോടും കൂടി ഭീമസേനനോട് ഏറ്റുമുട്ടി. അത്യന്തം ഭയങ്കരമായ യുദ്ധം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. മതിച്ച കൊമ്പനാന കരിമ്പിൻ തോട്ടത്തിൽ കയറി നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നത് പോലെ ഭീമന്റെ പരാക്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ കലിംഗരെ കൂട്ടത്തോടെ നശിപ്പിക്കുവാൻ തുടങ്ങി. ഇന്ദ്രദേവൻ എന്ന രാജകുമാരനെയും അവനോടൊപ്പം വന്ന സൈന്യങ്ങളെയും മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ ഭീമൻ കൊന്നൊടുക്കി. കലിംഗ രാജാവ് ഭീമന്റെ ശരപ്രവാഹം കൊണ്ട് വീർപ്പുമുട്ടി. കലിംഗനെ സഹായിക്കുവാൻ കൗരവരിൽ പലരുമെത്തി. അർജുനനോട് പോരാടിക്കൊണ്ടിരുന്ന ഭീഷ്മർ പോലും കലിംഗനെ സഹായിക്കുവാൻ എത്തിച്ചേർന്നു. അവർ ഭീമന്റെ തേര് ചിന്ന ഭിന്നമാക്കി. അപ്പോൾ രഥമുപേക്ഷിച്ച് ഭീമൻ ഒരു ആനപ്പുറത്ത് കയറി. എതിരാളികൾ ആനയെ കൊന്നു വീഴ്ത്തി. ആനപ്പുറത്തു നിന്ന് താഴേക്ക് ചാടിയ ഭീമസേനൻ ഗദയുമായി ശത്രു സൈന്യത്തെ അനായാസമായി തല്ലിക്കൊന്നു തുടങ്ങി. അക്കൂട്ടത്തിൽ കലിംഗ രാജാവിനെയും കൊന്നു. കലിംഗ രാജാവ് മരിച്ചപ്പോൾ ശേഷിച്ച സൈന്യങ്ങൾ പരിഭ്രാന്തരായി നാലു വഴിക്കും ഓടി. ഈ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ ഭീമനെ തന്റെ രഥത്തിൽ കയറ്റി പിൻനിരയിലേക്ക് കൊണ്ടുപോയി. ഒറ്റയ്ക്കെതിർത്ത് കലിംഗ രാജാവിനെ കൊല്ലുകയും കലിംഗസേനയെ മിക്കവാറും കൊന്നൊടുക്കുകയും ചെയ്ത ഭീമനെ പാണ്ഡവ നേതാക്കന്മാർ ആമോദത്തോടെ വാഴ്ത്തി. പടക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് ദ്രോണപുത്രനായ അശ്വത്ഥാമാവും അഭിമന്യുവും കൂടി യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ പ്രബലനും ധീരനുമായ യോദ്ധാവാണ് യുവാവായ ദ്രൗണി. അനവധി ആളുകളുടെ സഹായത്തോടെ അശ്വത്ഥാമാവ് അഭിമന്യുവിനോട് പോരാടിയതെങ്കിലും സൗഭദ്രൻ ഒറ്റയ്ക്ക് തന്നെ ഘോരമായി പൊരുതി. ഭീമസേനന്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന പാണ്ഡവ പ്രമുഖന്മാർ അഭിമന്യുവിന്റെയും അശ്വത്ഥാമാവിന്റെയുമുള്ള പോരാട്ടത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ലായിരുന്നു. ഏറെ സമയം ഏകനായി പോരാടിയ അഭിമന്യു കുറേശ്ശെ ക്ഷീണിതനായി തുടങ്ങി. അപ്പോഴാണ് ദൂരത്ത് നിന്നിരുന്ന അർജുനൻ അഭിമന്യുവിനെ കണ്ടത്. അദ്ദേഹം മകനെ പിന്നിലേക്ക് തള്ളി നീക്കിയിട്ട് അശ്വത്ഥാമാവിനോടും കൗരവ മുഖ്യന്മാരോടും ഏറ്റുമുട്ടി. പിന്നീട് അർജുനൻ നടത്തിയ സംഹാര താണ്ഡവം വർണ്ണനാതീതമായിരുന്നു. അർജുനന്റെ മുന്നിൽ നിന്ന് ഒരുത്തർക്കും രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. പലരുടെയും തലകൾ ഉടലിൽ നിന്ന് തെറിച്ചു. രക്തം പുഴ പോലെ ഒഴുകി. തേരുകൾ തകർന്നു. അശ്വങ്ങൾ ചത്തുമലർന്നു. അശ്വത്ഥാമാവിന് പരാജയം സമ്മതിച്ച് പിന്മാറേണ്ടി വന്നു. അർജുനന്റെ വീരപരാക്രമങ്ങളുടെ ജൈത്രയാത്ര അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഭീഷ്മർ അർജുനന്റെ അടുത്തെത്തി. എന്നാൽ സംഹാരരുദ്രനെ പോലെ നിന്നിരുന്ന അർജുനന്റെ പരാക്രമങ്ങൾ വർദ്ധിച്ചതേയുള്ളൂ. സവ്യസാചിയായ അർജുനൻ ഭീഷ്മന്റെ തേരാളിയെ ഞൊടിയിടയിൽ എഴുതു വീഴ്ത്തി. കുതിരകൾക്ക് നിയന്ത്രണമില്ലാതെ വന്നപ്പോൾ അവ പരിഭ്രമിച്ചോടി. മഹാമയ ഭീഷ്മരഥം യുദ്ധരംഗത്ത് നിന്ന് ഓടിമറയുന്നത് കണ്ടപ്പോൾ കൗരവ സൈന്യങ്ങൾ ഭയവിഹുലരായി. അവർ ഛിന്ന ഭിന്നമായി 4 ഭാഗത്തേക്കും ഓടി. യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്ന ശേഷിച്ചവരെയെല്ലാം അർജുനനും കൂട്ടരും കൂടി കൊന്നൊടുക്കി. അപ്പോഴേക്കും സൂര്യാസ്തമനം അടുത്തു കഴിഞ്ഞിരുന്നു. എല്ലാം മനസ്സിലാക്കിയ മഹാമയൻ ഭീഷ്മർ ദ്രോണരോട് പറഞ്ഞു, നമ്മുടെ സൈന്യങ്ങൾ നിർവീര്യരായിരിക്കുന്നു. ഇന്നിനിയും യുദ്ധം തുടരുന്നത് കൂടുതൽ ആപത്കരമായിരിക്കും. അതുകൊണ്ട് യുദ്ധം നിർത്തുന്നതിനുള്ള കാഹളം മുഴക്കുക. കാഹളം മുഴങ്ങി. 2-ാം ദിവസത്തെ യുദ്ധം അവസാനിച്ചു. എല്ലാവരും കൈനിരകളിലേക്ക് മടങ്ങി. കലിംഗ രാജാവും പുത്രനും മരിച്ചതിന് പുറമെ കൗരവ സൈന്യത്തിന് വമ്പിച്ച നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. കൗരവ ശിബിരങ്ങളിൽ നിന്ന് രാത്രി ആഹ്ലാദ പ്രകടനങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. അന്നത്തെ തോൽവിയിൽ എല്ലാവരും ആകുലപ്പെട്ടു. പാണ്ഡവരുടെ പാളയത്തിൽ എല്ലാവരും ആഹ്ലാദഭരിതരായിരുന്നു. രാജാക്കന്മാരുടെ വംശപരമ്പരയും അവരുടെ അപദാനങ്ങളും പാടി സ്തുതിക്കുന്ന മാഗധന്മാരും വൃന്ദവാദ്യക്കാരും വീരഗാഥകൾ പാടി. 2-ാം ദിവസത്തെ യുദ്ധത്തിൽ കൗരവസേനയ്ക്ക് ഒടുങ്ങാത്ത നാശനഷ്ടങ്ങൾ വരുത്തിയ ഭീമസേനനെയും അർജുനനെയും അഭിമന്യുവിനെയും എല്ലാവരും ശ്ലാഘിച്ചു. 3-ാം ദിവസം ഗരുഡവ്യൂഹം ചമച്ചാണ് ഭീഷ്മർ കൗരവ സൈന്യത്തെ അണിനിരത്തിയത്. തലേ ദിവസത്തെ പരാജയത്തിന്റെ അനുഭവം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭീഷ്മർ ഗരുഡവ്യൂഹം ചമച്ചത്. ഗരുഡവ്യൂഹത്തിൽ സൈന്യങ്ങൾ നിൽക്കുന്നത് കണ്ടാൽ ഗരുഡൻ നിലത്ത് അമർന്നിരിക്കുന്നത് പോലെ തോന്നും. ആ ഗരുഡന്റെ കൊക്കിൽ ഭീഷ്മൻ തന്നെ സ്ഥാനമുറപ്പിച്ചു. ദ്രോണരും കൃതവർമാവും ഇരുകണ്ണുകളിൽ നിന്നു. അശ്വത്ഥാമാവും കൃപാചാര്യരും മൂർധാവിലും, ശല്യനും ഭഗദത്തനും ജയദ്രഥൻ തുടങ്ങിയവർ കഴുത്തിന്റെ ഭാഗത്തും, ദുര്യോധനൻ സഹോദരന്മാരോടുകൂടി ഗരുഡന്റെ പുറത്തും, അവന്ത്യർ കാംബോജർ തുടങ്ങിയവർ ഗരുഡന്റെ വാലായും നിലയുറപ്പിച്ചു. ആർക്കും എളുപ്പത്തിൽ ഭഞ്ചിക്കുവാൻ കഴിയാത്ത നിലയിലായിരുന്നു ഭീഷ്മർ ചമച്ച ആ വ്യൂഹം.
ഭീഷ്മരുടെ വ്യൂഹബന്ധനം കണ്ടപ്പോൾ അതിനെ നേരിടത്തക്ക വിധത്തിൽ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരു വ്യൂഹം ബന്ധിപ്പിക്കുകയാണ് ദൃഷ്ടദ്യുമ്നൻ ചെയ്തത്. അതിൻ്റെ ഒരു കൊമ്പിൽ ഭീമനെയും മറ്റൊരു കൊമ്പിൽ അർജുനനെയും നിലയുറപ്പിച്ചു. സാത്വികി, അഭിമന്യു, വിരാടൻ, ധ്രുപദൻ തുടങ്ങിയവർ ഓരോ പ്രമുഖ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് പാണ്ഡവ വ്യൂഹത്തെ ശക്തിപ്പെടുത്തി. പിന്നെ താമസമുണ്ടായിരുന്നില്ല. തലേ ദിവസത്തേതിലും കൂടുതൽ ഗൗരവവുമായ, ഭീകരവുമായ, ആവേശഭരിതവുമായ ആ ഒരു യുദ്ധം ആരംഭിച്ചു. ഉച്ചണ്ഡങ്ങളായ അട്ടഹാസങ്ങളും ശംഖനാദങ്ങളും പേരീനാദങ്ങളും അന്തരീക്ഷത്തെ മാറ്റിലെ ഒളിപ്പിച്ചു. ഒരു സങ്കുല യുദ്ധമാണ് ആദ്യം നടന്നത്. ആ ബഹളപ്പോര് കക്ഷി തിരിച്ചറിയുവാൻ വയ്യാത്ത മട്ടായി തീർന്നു. ആകാശത്ത് പൊടിപടലം ബാധിച്ച് സൂര്യൻ മറഞ്ഞു. ദിക്കുകൾ അറിയാത്ത മട്ടായി ഇരുവ്യൂഹം കെട്ടുറപ്പോടെ നിന്നു. ഒന്നിനു മറ്റൊന്നിനെ പിളർക്കുവാൻ കഴിഞ്ഞില്ല. ഗജങ്ങളും അശ്വങ്ങളും നൂറുകണക്കിന് ചത്തുവീണു. ആയിരക്കണക്കിന് പടയാളികൾ പരലോകം പോയി. പടക്കളമാകെ രക്തപ്രളയമായി. മണ്ണ് ചോരയിൽ കുതിർന്നപ്പോൾ പൊടിപടലം അടങ്ങി. അപ്പോൾ ഇരുകക്ഷികൾക്കും തമ്മിൽ കാണുവാൻ തന്നെ കഴിഞ്ഞു. മഹാമയൻ ഭീഷ്മരും ദ്രോണരും ജയദ്രഥനും ശകുനിയും ശല്യനും തുടങ്ങിയവർ പാണ്ഡവ സൈന്യത്തെ ആക്രമിച്ച് അവരുടെ വ്യൂഹത്തിന്റെ ചില ഭാഗങ്ങൾ പിളർന്നു. ഭീമനും ഘടോത്കജനും ചേകീദാനനും സാത്വികിയും പാഞ്ചാലി പുത്രന്മാരും മറ്റും ചേർന്ന് കൗരവരോട് വീറോടെ പൊരുതി. അവർ കൗരവ വ്യൂഹത്തെയും പിളർന്നു. തത്സമയത്തിൽ ദുര്യോധനൻ ഘടോത്കജനോട് ഏറ്റുമുട്ടി. ഘടോത്കജന്റെ വിക്രമം അപ്പോഴാണ് കണ്ടത്. അവൻ അച്ഛനായ ഭീമസേനനേക്കാൾ മെച്ചപ്പെട്ടതായി പോരാടി. ഘടോത്കജൻ ദുര്യോധനന്റെ നേർക്ക് നിരവധി ബാണങ്ങൾ ചൊരിഞ്ഞു. അതിലൊന്ന് അവന്റെ നെഞ്ചിൽ തറച്ചു. ദുര്യോധനൻ മോഹാലസ്യത്തോടെ തേർത്തട്ടിൽ ഇരുന്നു പോയി. ഉടനെ അവന്റെ സാരഥി വെമ്പലോടെ സൈന്യനിരയുടെ പിന്നിലേക്ക് രഥമോടിച്ചു. ഇത് കണ്ട് കൗരവ സൈന്യം പിന്തിരിഞ്ഞോടി. പ്രാണനും കൊണ്ട് ഭയപ്പെട്ട് പായുന്ന അവരെ തടഞ്ഞു നിർത്തുവാൻ ഭീഷ്മർക്കും ദ്രോണനും എത്ര ശ്രമിച്ചിട്ടും ഫലമുണ്ടായിരുന്നില്ല. അർജുനൻ കൗരവ സൈന്യങ്ങളുടെ ദുസ്ഥിതി ശരിക്കും പ്രയോജനപ്പെടുത്തി. പടക്കളത്തിൽ ക്ഷീണിച്ച കൗരവ സേനയെ അവരെ ഒന്നാകെ കൊന്നൊടുക്കി. ഈ സമയത്ത് സാത്വികിയും അഭിമന്യുവും കൂടി ശകുനിയോട് പോരാടുകയായിരുന്നു. അവർ സൗഭലനെ മുട്ടുകുത്തിച്ചു. സൗഭലൻ പിൻവാങ്ങി. മധ്യാഹ്നമായപ്പോഴേക്കും കൗരവ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. മോഹാലസ്യത്തിൽ നിന്നുണർന്ന് ദുര്യോധനൻ തന്റെ സൈന്യത്തിന്റെ പരാജയം മനസ്സിലാക്കി. അവൻ സൈന്യത്തിന് ആവേശം പകരുവാൻ ശ്രമിച്ചു. അവന്റെ പ്രചോദനത്താൽ ചിന്നിപ്പോയ കൗരവസേനയെ ഒന്നിച്ചു കൂട്ടുവാൻ അവന് കഴിഞ്ഞു. ചന്ദ്രോദയത്താൽ ഏറ്റം കൊള്ളുന്ന സാഗരം പോലെ സൈന്യത്തിൽ ആവേശത്തിന്റെ തിരത്തള്ളലുകളുണ്ടായി. അന്നേ ദിവസത്തെ യുദ്ധത്തിൽ തങ്ങൾക്കുണ്ടായ പരാജയത്തിൽ ദുഃഖിതനായ ദുര്യോധനൻ മഹാമയൻ ഭീഷ്മരെ സമീപിച്ച് അവരോട് പറഞ്ഞു: അല്ലയോ പിതാമഹ, അങ്ങും ദ്രോണാചാര്യരും കൃപാചാര്യരും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടും നമ്മുടെ സൈന്യം പരാജയപ്പെട്ട് പാലായനം ചെയ്തത് അങ്ങ് കാണുന്നില്ലേ? അങ്ങയെ നേരിടുവാൻ തക്ക കരുത്തുള്ള ഒരാളും പാണ്ഡവപക്ഷത്തില്ല. എന്നിട്ടും നമുക്കിപ്രകാരം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? പാണ്ഡവന്മാർ അങ്ങേക്ക് അനുഗ്രഹീയരാണ്. അതുകൊണ്ടല്ലേ അവർ നമ്മുടെ സൈന്യങ്ങളെ കൊല്ലുന്നത് കണ്ടിട്ടും അങ്ങ് വെറുതെ നിൽക്കുന്നത്? ഇതാണ് ഭവാന്റെ ഉദ്യമമെങ്കിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭവാന് പറയാമായിരുന്നു. ഞാൻ പാർത്ഥന്മാരോടും സാത്വികിയോടും പാർഷദന്മാരോടും എതിർക്കുന്നില്ല എന്ന്. ദ്രോണാചാര്യനും കൃപാചാര്യനും അങ്ങനെ തന്നെ പറയേണ്ടിയിരുന്നു. എങ്കിൽ ഞാൻ കർണനുമായി ആലോചിച്ച് വേണ്ടത് ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പരിത്യജ്യനല്ലെങ്കിൽ നിങ്ങൾ പോരിൽ തക്കതായ വിക്രമത്തോടെ പോരാടുകയാണ് വേണ്ടത്. ഇത് കേട്ടപ്പോൾ മഹാമയൻ ഭീഷ്മർ ആദ്യം ചിരിച്ചു. എങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് ഗാംഭീര്യം വിളയാടി. അദ്ദേഹം പറഞ്ഞു: ദുര്യോധന, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പാണ്ഡവന്മാരെ ജയിക്കുവാൻ സാധ്യമല്ലെന്ന്. വൃദ്ധനായ എന്നാൽ കഴിയുന്നതിലധികം ഞാൻ പോരാടുന്നുണ്ട്. എന്നിട്ടും നിനക്ക് തൃപ്തിയാവുന്നില്ലല്ലേ? ഇന്നിതാ ഞാൻ ജീവൻ വെടിഞ്ഞും പാണ്ഡവപ്പടയോട് ഏറ്റുമുട്ടുവാൻ പോകുന്നു. എൻ്റെ യജ്ഞം നീ കണ്ടുകൊള്ളുക. ഭയങ്കരമായി യുദ്ധം ചെയ്യുവാൻ പോകുന്നതെന്ന് ഭീഷ്മർ ദൃഢപ്രതിജ്ഞ ചെയ്തപ്പോൾ ദുര്യോധനൻ സന്തോഷാധിക്യത്താൽ ശംഖു വിളിച്ചു. ഈ ഘോരമായ ശബ്ദം കൗരവപ്പടയിൽ ഒട്ടാകെ നവോന്മോഷം പകർന്നു. പശ്ചിമ ദിശയിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരുന്ന പകലോൺ ഈ കോലാഹലം കേട്ട് തിരിഞ്ഞു നിന്നു. പ്രകാശനമായ പടക്കളം വീണ്ടും പോരിന് തയ്യാറായി. വൃദ്ധനായ ഭീഷ്മർ യുവചൈതന്യത്തോടെ കൗരവപ്പടയെ നയിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൗരവപ്പട പാണ്ഡവ സൈന്യത്തിന്റെ മധ്യത്തിലേക്ക് ഇരച്ചു കയറി. ഭീഷ്മർ എല്ലായിടത്തും ഓടി നടന്ന് ശത്രുസംഹാരം നടത്തി. അദ്ദേഹത്തിന്റെ ഒറ്റ ശരം പോലും പാഴായിപ്പോയില്ല.
അനേകം യോദ്ധാക്കൾ മൃത്യുവിനിരയായി. ഗജങ്ങൾ മലകണക്കം മറിഞ്ഞു വീണ് മരിച്ചു. അശ്വങ്ങൾ ചത്തുമലച്ചു. തേരുകൾ ഛിന്ന ഭിന്നങ്ങളായി. മഹാമയൻ ഭീഷ്മർ പോർക്കളമൊട്ടാകെ നിറഞ്ഞു നിന്നു. എവിടെ നോക്കിയാലും മഹാമയനെ കാണാമായിരുന്നു. 10,000 ഭീഷ്മർമാർ ഒരേ സമയത്ത് യുദ്ധം ചെയ്യുന്ന പ്രതീതിയാണ് പ്രതിപക്ഷത്തുണ്ടായത്. പാണ്ഡവ സൈന്യം വീര്യവാനായ ഭീഷ്മന്റെ ബാണം കൊണ്ട് പൊറുതിമുട്ടി ചിന്നിച്ചിതറി നാനാദിക്കിലേക്കും പാഞ്ഞു. കൃഷ്ണനും അർജുനനും ഉൾപ്പെടെ പാണ്ഡവപക്ഷത്തുള്ള നേതാക്കൾ എത്ര ശ്രമിച്ചിട്ടും അവരുടെ പലായനം തടുക്കുവാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, അല്ലയോ ബൽഗുണ, നീ ഇത് കണ്ടിട്ടും എന്തുകൊണ്ടാണ് നിർവീര്യനായി നിൽക്കുന്നത്? ശരി, ഭീഷ്മന്റെ അടുക്കിലേക്ക് തീരെ തെളിക്കൂ. ആ കുരുവൃദ്ധനെ ഇപ്പോൾ തന്നെ ഞാൻ വീഴ്ത്തിയേക്കാം. അർജുനൻ ഇത് കേട്ട് പ്രതിവചിച്ചു. കൃഷ്ണൻ വെള്ളക്കുതിരകളെ പൂട്ടിയ തേർ കൗരവ സൈന്യങ്ങളുടെ ഇടയിൽ കൂടി ഓടിച്ച് ഭീഷ്മരുടെ തേരിന് സമീപം എത്തിച്ചു. ഭീഷ്മർ സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് അർജുനന്റെ നേർക്ക് അസ്ത്രങ്ങൾ അയക്കുവാൻ തുടങ്ങി. ഭീഷ്മ ബാണങ്ങൾ കൊണ്ട് അർജുനരഥം മൂടി. അർജുനന്റെ സഹായത്തിനായി സാത്യകി എത്തി. എങ്കിലും അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. ഭീഷ്മന്റെ ഉഗ്രമായ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പ്രതിരോധ തന്ത്രങ്ങളില്ലാതെ ഭീഷ്മനെ ആക്രമിച്ച് തോൽപ്പിക്കുന്നതിനുള്ള കടുത്ത ശ്രമങ്ങളൊന്നും അർജുനപക്ഷത്തിനുണ്ടായിരുന്നില്ല. മന്ദഗതിയിലായിരുന്നു അർജുനന്റെ പ്രത്യാക്രമണം. മുത്തച്ഛന്റെ അപാരമായ ആയോധന പാടവം അർജുനന്റെ മനസ്സിൽ അദ്ദേഹത്തോട് ആദരവും ബഹുമാനവും ഉളവാക്കി. ഈ സ്ഥിതി തുടർന്നു പോയാൽ ഭീഷ്മർ പാണ്ഡവ സൈന്യങ്ങളെ മുഴുവൻ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഉന്മൂലന നാശം ചെയ്യുമെന്ന് ബോധ്യമായ കൃഷ്ണൻ ഭീഷ്മറിനെ താൻ തന്നെ വധിച്ച് കൗരവന്മാരെ ഒടുക്കിക്കളയാമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം ചമ്മട്ടി താഴെയിട്ടു. ചക്രായുധത്തെ സ്മരിച്ചു. സുനാഭവും സൂര്യപ്രഭയും വജ്രസമ പ്രഭാവവുമായ സുദർശന ചക്രം പാർത്ഥസാരഥിയുടെ കയ്യിൽ തിളങ്ങി. കടിഞ്ഞാണ് വിട്ടിട്ട് തേരിൽ നിന്നും ഭൂമി കുലുങ്ങുമാറ് താഴേക്ക് ചാടി. കൃഷ്ണൻ ഭീഷ്മരുടെ നേരെ കുതിച്ചു. സുദർശന ചക്രവുമേന്തി തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന വാസുദേവനെ കണ്ടപ്പോൾ ഭീഷ്മൻ വില്ല് താഴെ വെച്ച് കൈകൾ കൂപ്പി ഭഗവാനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രഭോ വാസുദേവ, അങ്ങയുടെ കൈകൾ കൊണ്ട് എനിക്ക് മൃത്യു സംഭവിച്ചാൽ അതിൽ പരമമായ ഭാഗ്യം എന്താണുള്ളത്? ഭഗവാൻ എന്നെ കൊല്ലുകയാണെങ്കിൽ എനിക്ക് എല്ലാ ലോകത്തിലും നന്മ ലഭിക്കുന്നതാണ്. എന്നെ സംഹരിച്ചാലും. ഇപ്രകാരം പറഞ്ഞ് കഴുത്തും കാണിച്ചു നിൽക്കുന്ന ഭീഷ്മരോട് ഭഗവാൻ കോപത്തോടെ പറഞ്ഞു, നീ കാരണം ലോകത്തിന് മുടിവാണ് സംഭവിക്കുന്നത്. നീ ദുര്യോധനെ ഉദ്ധരിക്കുകയാണല്ലോ ചെയ്യുന്നത്. ധർമ്മം വിട്ട അവനെ നീ എന്തുകൊണ്ട് ത്യജിച്ചില്ല? ഭഗവാനെ, ഇത് ദൈവഹിതമാണ്, വിധിവിഹിതമാണ്. ഭീഷ്മർ വിനയാത്മന്നതനായി പറഞ്ഞു. കൃഷ്ണൻ സുദർശന ചക്രവുമേന്തി തേരിൽ നിന്ന് ചാടിയിറങ്ങിയപ്പോൾ ഒരു നിമിഷത്തേക്ക് അർജുനൻ സ്തബ്ധനായി നിന്നുപോയി. എങ്കിലും പെട്ടെന്ന് അവനും തേരിൽ നിന്ന് ചാടിയിറങ്ങി കൃഷ്ണന്റെ പിന്നാലെ ഓടി. സുദർശന ചക്രം ഭീഷ്മർക്കെതിരായി പ്രയോഗിക്കുന്നതിന് മുമ്പ് അർജുനൻ കൃഷ്ണന്റെ മുന്നിലെത്തി. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, കോപത്തെ അടക്കിയാലും ആയുധം എടുക്കുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്യില്ലെന്നുള്ള അങ്ങയുടെ പ്രതിജ്ഞ പാലിച്ചാലും ഈ കൗരവരെയും അവരുടെ പക്ഷപാതികളെയും മുഴുവൻ ഞാൻ കൊന്നൊടുക്കിക്കൊള്ളാം. അതിനെന്നെ അനുവദിച്ചാലും. എൻ്റെ മക്കളാണേ, എൻ്റെ സഹോദരന്മാരാണേ, ഇത് സത്യം. ഭഗവാൻ ശാന്തനായി. അദ്ദേഹം തിരികെ നടന്ന് തേരിൽ കയറി. സുദർശന ചക്രം അപ്രത്യക്ഷിതമായി. അതിൻ്റെ സ്ഥാനത്ത് ചമ്മട്ടി കാണുവാനായി. വീണ്ടും കടിഞ്ഞാൻ കയ്യിൽ പിടിച്ചു. പഞ്ചജന്യം എടുത്തൂതി. അതിൻ്റെ കടുത്ത സ്വാനം ദിക്കുകളിൽ മുഴങ്ങി. അത് പാണ്ഡവപക്ഷത്തെ ഊർജ്ജസ്വലമാക്കി. കൗരവർ അത് കേട്ട് കിടിലം കൊണ്ടു. അർജുനൻ ദൃഢനിശ്ചയത്തോടെ ഗാണ്ഡീവം കയ്യിലെടുത്ത് ഞാണൊലി പ്രകടിപ്പിച്ചു. അതിൻ്റെ ശബ്ദം കുരുപ്രവീരന്മാരുടെ പടയിലും സഭയിലും ദിഗന്ധങ്ങളിലും മാറ്റൊലി കൊണ്ടു. തെളിഞ്ഞു മിന്നുന്ന ശരങ്ങൾ പാർത്തൻ ചുരിയുവാൻ തുടങ്ങി. അതെല്ലായിടത്തും ചിന്നിപ്പരന്നു. മഹാമയൻ ഭീഷ്മർ, ഭൂരിശ്രവസ്, ദുര്യോധനൻ തുടങ്ങിയവരെയൊക്കെ ഒറ്റയ്ക്കും രുമിച്ചും അർജുനനെ എതിർത്തെങ്കിലും പാർത്ഥൻ അജയനായി അവരോട് പോരാടി. എണ്ണമറ്റ സൈന്യങ്ങളെയും ആനകളെയും കുതിരകളെയും വാഹനങ്ങളെയും അവൻ നശിപ്പിച്ചു. ആദിത്യാസ്തമനത്തോടുകൂടി യുദ്ധം നിർത്തി എല്ലാവരും ശിബിരങ്ങളിലേക്ക് മടങ്ങി. 3-ാം ദിവസത്തെ യുദ്ധത്തിൽ ഇരുപക്ഷക്കാർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും കൗരവരുടെ നഷ്ടം പാണ്ഡവരുടെ നഷ്ടത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ 4-ാം ദിവസമായി. 4-ാം ദിവസം പ്രഭാതമായപ്പോഴേക്കും ഇരുവിഭാഗക്കാരും യുദ്ധസന്നദ്ധരായി പടക്കളത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. തലേ ദിവസത്തെ യുദ്ധത്തിലുണ്ടായ ക്ഷീണം ആവർത്തിക്കരുതെന്ന ദൃഢനിശ്ചയത്തോടെ
കൗരവരും കൗരവരെ തോൽപ്പിക്കുവാൻ തങ്ങൾക്ക് കഴിയുമെന്നുള്ള വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ പാണ്ഡവരും പോരാടുവാൻ തുടങ്ങി. ദ്രോണാചാര്യർ, കൃപാചാര്യർ, ശല്യൻ, ദുര്യോധനൻ തുടങ്ങിയ അനേകം കൗരവ നേതാക്കന്മാരാൽ ചുറ്റപ്പെട്ട ഭീഷ്മർ തൻ്റെ സൈന്യങ്ങളെ പാണ്ഡവ നിരയിലേക്ക് പായിച്ചു. അഭിമന്യുവാണ് അവരുടെ ആദ്യം ഏറ്റുമുട്ടിയത്. അനേകം മതയാനകളോട് ഒരേ സമയത്ത് പോരാടുന്ന സിംഹത്തെ പോലെ പരാക്രമത്തോടെ അഭിമന്യു അവരോട് എതിരിട്ടു. യുവാവായ അഭിമന്യു തനിക്കെതിരായി വന്ന അമ്പുകളെ അനായാസേനെ തൻ്റെ ബാണങ്ങളാൽ മുറിച്ചുകൊണ്ട് എതിരാളികളുടെ നേർക്ക് വിദഗ്ധമായി അസ്ത്രങ്ങൾ വർഷിക്കുകയുണ്ടായി. അഭിമന്യു ഏകനായി പോരാടുന്നത് കണ്ട അർജുനൻ അഭിമന്യുവിൻ്റെ രക്ഷയ്ക്കെത്തി. അപ്പോഴേക്കും യുദ്ധത്തിൻ്റെ ആക്കം വർദ്ധിച്ചു. അധികം താമസിയാതെ ദൃഷ്ടദ്യുമ്നനും ധാരാളം സൈന്യങ്ങളോടും കൂടി അവിടെ എത്തി. അതിനുശേഷം നടന്ന പൊരിഞ്ഞ പോരാട്ടത്തിൽ സാമ്യമനി പുത്രനായ മഹേശ്വാസൻ ദൃഷ്ടദ്യുമ്നാൽ വധിക്കപ്പെട്ടു. ഇത് കണ്ട് ശല്യൻ ദൃഷ്ടദ്യുമ്നുമായി ഏറ്റുമുട്ടി. ശല്യൻ ദൃഷ്ടദ്യുമ്നന്റെ വില്ലു മുറിച്ചു. ഉടൻ തന്നെ മറ്റൊരു വില്ലെടുത്ത് പോരാടിയ പാഞ്ചാലൻ ശല്യന്റെ നേരെ ശക്തിയായ ആക്രമണം നടത്തി. എന്നാൽ അഭിമന്യുവാണ് ശല്യന് തക്ക മറുപടി കൊടുത്തത്. അഭിമന്യുവിൻ്റെ കൂർത്തമൂർത്ത ശരങ്ങളേറ്റ ശല്യൻ നിൽക്കക്കള്ളിയില്ലാതെ പിന്തിരിയുവാൻ ഒരുമ്പിട്ടു. ഇത് കണ്ട് ദുര്യോധനനും സഹോദരന്മാരും കൂടി ശല്യന്റെ സഹായത്തിനെത്തി. അപ്പോഴേക്കും ഭീമസേനനും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ദുര്യോധനെയും സഹോദരന്മാരെയും മുന്നിൽ കണ്ട ഭീമൻ രൗദ്രഭാവത്തോടെ അലറി. പടക്കളമാകെ ആ ഭീകര ശബ്ദം കേട്ടു വിറച്ചു. ഒരു വലിയ സംഘം ആനകളെ സംഘടിപ്പിച്ചാണ് ദുര്യോധനൻ ഭീമസേനനെ നേരിട്ടത്. ഗജവൃന്ദത്തെ കണ്ട വൃഗോദരൻ തൻ്റെ ഇരുമ്പ് ഗദയുമായി തേരിൽ നിന്ന് ചാടിയിറങ്ങി. സംഹാരമൂർത്തിയെപ്പോലെ ഇടം വലം നോക്കാതെ മത്തേഭങ്ങളുടെ മസ്തകം ലക്ഷ്യമാക്കി ആഞ്ഞടിച്ചു. ഭീമസേനന്റെ ഉഗ്രമായ അടിയേറ്റ ആനക്കൂട്ടങ്ങളിൽ പലതും ചത്തുമലച്ചു. ശേഷിച്ചവ വിരണ്ടോടി. പിന്നിലേക്കോടിയ ആനകളുടെ ചവിട്ടേറ്റ് സൈന്യങ്ങളിൽ ഏറെ പേർ ഞെരിഞ്ഞു മരിച്ചു. ശേഷിച്ചവർ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ദുര്യോധനൻ ഭീമസേനന്റെ വീരപരാക്രമങ്ങൾ കണ്ടിട്ടും പതറിയില്ല. ഭീമന്റെ നേരെ ശക്തമായ ഒരാക്രമണത്തിന് അവൻ ഒരുമ്പിട്ടു. അവൻ്റെ സഹോദരന്മാരും മറ്റും കൗരവമുഖ്യന്മാരും അവനെ സഹായിക്കുവാനെത്തിയിരുന്നു. പക്ഷേ ഭീമസേനൻ ഈ ആക്രമണത്തിൻ്റെ മുന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു. ഭീമൻ അവൻ്റെ രഥത്തിൽ കയറി തേരാളിയായ വിശോകനോട് പറഞ്ഞു, വിശോക, ഇതുതന്നെ തക്ക അവസരം. ധൃതരാഷ്ട്രൻ്റെ അനവധി പുത്രന്മാരെ ഞാൻ മുന്നിൽ കാണുന്നു. അവരെയെല്ലാം ഇന്ന് ഞാൻ കൊന്നൊടുക്കും. അവരുടെ മുന്നിലേക്ക് തേർത്തെളിക്കുക. വിശോകൻ സമർത്ഥമായി കുതിരകളെ നയിച്ചു. ഭീമസേനൻ ഒന്നിനു പിറകെ ഒന്നായി അനവധി അസ്ത്രങ്ങൾ വർഷിച്ചു. ചിലത് ദുര്യോധനന്റെ മേൽ തറച്ചെങ്കിലും അവൻ്റെ പടച്ചട്ട അവനെ രക്ഷിച്ചു. ദുര്യോധനനും ധീരന്മാരായി തന്നെ പോരാടി തുടങ്ങി. ദുര്യോധനന്റെ ഒരമ്പേറ്റ ഭീമൻ അല്പസമയം തേർത്തടത്തിൽ ഇരുന്നു പോയി. അത് കണ്ട് അഭിമന്യു ഭീമന്റെ രക്ഷയ്ക്കെത്തി. അവൻ ദുര്യോധനന്റെയും ശല്യന്റെയും നേർക്ക് അനവധി അസ്ത്രങ്ങൾ അയച്ചു. അഭിമന്യുവിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അവർക്ക് വളരെ പ്രയാസമുണ്ടായി വന്നു. അപ്പോഴേക്കും ഭീമസേനന്റെ മോഹാലസ്യം മാറി. അവൻ പൂർവാധികം ശക്തിയോടെ കൗരവരുടെ നേർക്കുള്ള ആക്രമണം തുടർന്നു. ദുര്യോധനന്റെയും സഹോദരന്മാരുടെയും നേരെ പശുക്കളെ കണ്ട ചെന്നായയെ പോലെ പാഞ്ഞു ചെല്ലുകയും ചെയ്തു. അവരിൽ 8 പേരെ ഭീമൻ കാലപുരിക്കയച്ചു. ഇത് കണ്ടപ്പോൾ ശേഷിച്ചവർ ഭയപ്പെട്ട് കിടുകിടാവിറച്ച് 4 ദിക്കുകളിലേക്കും പാഞ്ഞു. ഭീമന്റെ പരാക്രമം കണ്ട് ക്രുദ്ധനായ ഭീഷ്മർ അലറി, അതാ ഭീമൻ കൂട്ടക്കൊല നടത്തുന്നു, അവനെ പിടിക്കുവിൻ. ഉടനെ കൗരവപ്പട ഭഗദത്തന്റെ നേതൃത്വത്തിൽ ഭീമസേനന്റെ നേരെ കുതിച്ചു. ഭഗദത്തൻ അവരുടെ പ്രസിദ്ധമായ ആനപ്പുറത്ത് കയറിയാണ് ഭീമനെ എതിർത്തത്. കാലൻ വിട്ട അന്തകനെ പോലെ കാൽവെപ്പിൽ ഭൂമി കുലുക്കി. ആ മഹാസത്വം വരുന്നത് കണ്ട് എല്ലാവരും ഭയവിഹുലരായി. ഭഗദത്തൻ ഭീമനെ ലാക്കാക്കി അനവധി ശസ്ത്രങ്ങൾ ചൊരിഞ്ഞു. അതിലൊന്നേറ്റ് ഭീമൻ കൊടിമരത്തിൽ ചാരി നിന്നു. ഭീമസേനന്റെ മൂർച്ഛിച്ചത് കണ്ടപ്പോൾ ഭഗദത്തൻ ഉച്ചത്തിൽ അലറി. ഇത് കണ്ടു നിന്ന വൃഗോദരപുത്രനായ ഘടോൽഗജൻ ഭഗദത്തനോട് ഏറ്റുമുട്ടി. മായായുദ്ധത്തിൽ പ്രാവീണ്യം നേടിയിരുന്ന ഘടോൽഗജൻ മായ കൊണ്ട് ആനകളെയും രാക്ഷസന്മാരെയും സൃഷ്ടിച്ച് ഭഗദത്തനോട് എതിർത്തു. ഭഗദത്തൻ ആകെ കുഴഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഭീഷ്മരും ദ്രോണരും മറ്റും കൗരവ സേനാനികളും എത്തി. എല്ലാവരും ചേർന്ന് ഘടോൽഗജനോട് പോരാടി. അവർക്കാർക്കും ഘടോൽഗജന്റെ വീര്യത്തെ തടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഘടോൽഗജൻ കൗരവപ്പടയെ മുഴുവൻ കൊന്നൊടുക്കാമെന്ന നിലയിലെത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ കൗരവ സംഘം മുഴുവൻ പരിഭ്രമിച്ചു. നമുക്കിന്ന് ഇനിയും ഈ രാക്ഷസനോട് പോരാടുക അസാധ്യമാണ്. നമ്മുടെ ആൾക്കാരെല്ലാം ക്ഷീണിതരായിരിക്കുന്നു. രാത്രിയാകുമ്പോൾ രാക്ഷസന്മാർക്ക് ശക്തി വർദ്ധിക്കും. അതുകൊണ്ട് ഇന്നത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഘടോൽഗജനെ നമുക്ക് നാളെ നേരിടാം. ഗത്യന്തരമില്ലാതെ മഹാമയൻ ഭീഷ്മർ അഭിപ്രായപ്പെട്ടു.
ഭീഷ്മരുടെ അഭിപ്രായം ദ്രോണർക്കും സ്വീകാര്യമായിരുന്നു. സൂര്യാസ്തമനം അടുത്തു കഴിഞ്ഞിരുന്നതിനാൽ അന്നത്തെ യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. ഇരു സൈന്യങ്ങളും തങ്ങളുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങി. പരാജിതരായ കൗരവന്മാർ നിരാശയോടും വിജയികളായ പാണ്ഡവന്മാർ ആഹ്ലാദത്തോടും കൂടിയുമാണ് അവരവരുടെ കൈനിലകളിൽ എത്തിച്ചേർന്നത്. കൗരവ പാളയത്തിൽ വിഷാദമൂകത തളം കെട്ടി നിന്നു. പാണ്ഡവ പാളയം വാദ്യാഘോഷവും സംഗീതവും ചിരിയും ആഹ്ലാദ തിമിർപ്പും കൊണ്ട് സജീവമായിരുന്നു. ദുര്യോധനൻ ദുഃഖിതനായിരുന്നു. തൻ്റെ സഹോദരന്മാരിൽ ഏതാനും പേർ കൊല്ലപ്പെട്ടു. തൻ്റെ സൈന്യങ്ങൾക്ക് കനത്ത ആഘാതമേറ്റിരിക്കുന്നു. അയാൾക്ക് അശേഷം ഉറക്കം വന്നില്ല. അയാൾ സാവധാനം എഴുന്നേറ്റ് ഭീഷ്മരുടെ ശിബിരത്തിലേക്ക് നടന്നു. ഭീഷ്മൻ ഉറങ്ങിയിരുന്നില്ല. ദുര്യോധനനെ കണ്ടപ്പോൾ വന്ന കാരണം തിരക്കി. ദുര്യോധനൻ പറഞ്ഞു, പിതാമഹ, കൗരവർ കരുത്തന്മാരാണ്. അവരെ നയിക്കുന്ന അംഗം ദ്രോണനും കൃപനുമെല്ലാം മഹാരഥന്മാരാണ്. എന്നിട്ടും അനുദിനം നാം തോൽവിയെ നേരിടുന്നു. പാണ്ഡവർ അജയരായി തുടരുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ഭീഷ്മർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൗരവരാജാവേ, കൃഷ്ണൻ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അദ്ദേഹം നയിക്കുന്ന പാണ്ഡവരെ ജയിക്കുന്നത് അസാധ്യമാണ്. ഈ വസ്തുത ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അവരോട് സഖ്യമുണ്ടാക്കി സമാധാനത്തോടെ ജീവിക്കുവാൻ ഞാൻ എത്ര പ്രാവശ്യം ഉപദേശിച്ചു. നീ ഇത് ചെവികൊണ്ടില്ല. അതിൻ്റെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. പാണ്ഡവർ ജയിക്കുന്നത് ഭീഷണിപ്രയോഗം കൊണ്ടല്ല. മന്ത്രപ്രയോഗമോ മായാപ്രയോഗമോ അവർക്കറിയില്ല. അവർ ശക്തന്മാരാണ്. അവർ ധർമ്മത്തിന് വേണ്ടി പോരാടുന്നു. ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയവുമുണ്ട്. അതുകൊണ്ട് നീ അവരുമായി യോജിക്കുന്നതാണ് നല്ലത്. ഭീഷ്മരുടെ വാക്കുകൾക്ക് പാണ്ഡവന്മാരോട് ഒടുങ്ങാത്ത പക വെച്ച് പുലർത്തുന്ന ദുര്യോധനന്റെ ദുഷ്ടമനസ്സിൽ ഒരു ചലനവും സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. യുദ്ധം തുടരണമെന്ന് ദൃഢചിത്തനായി ഭീഷ്മരെ അറിയിച്ചിട്ട് ദുര്യോധനൻ തൻ്റെ ശിബിരത്തിലേക്ക് മടങ്ങി. 4-ാം ദിവസത്തെ യുദ്ധത്തിൽ തൻ്റെ ഏതാനും പുത്രന്മാർ വധിക്കപ്പെട്ടുവെന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരെ അറിയിച്ചപ്പോൾ ധൃതരാഷ്ട്രർ അത്യന്തം ദുഃഖിച്ചു. സഞ്ജയ, ദിവസേന നീ അറിയിക്കുന്നത് വ്യഥയുളവാക്കുന്ന വാർത്തകളാണ്. എൻ്റെ മക്കളിൽ ഏതാനും പേരെ ഭീമസേനൻ വധിച്ചു. എനിക്കും ദുഃഖം താങ്ങുവാൻ കഴിയുന്നില്ല. എൻ്റെ പുത്രന്മാർക്ക് ജയിക്കുവാൻ സാധ്യതയൊന്നുമില്ലേ? വിധിയെ ലംഘിക്കുവാൻ പൗരുഷശക്തിക്ക് മറ്റൊന്നു തോന്നുന്നില്ലേ? ഇപ്രകാരം പറഞ്ഞ് വിലപിക്കുന്ന ധൃതരാഷ്ട്രരോട് സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങയ്ക്ക് വേണ്ടി സന്തോഷകരമായ വാർത്തകൾ സൃഷ്ടിക്കുവാൻ എനിക്ക് കഴിയുമോ? ഇതെല്ലാം സ്വയം വരുത്തിവെച്ച വിനകളാണ്. എല്ലാ സൈര്യത്തോടും കൂടി സഹിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. വിതുരൻ പറഞ്ഞതൊക്കെ ഓരോന്നോരോന്നായി സംഭവിക്കുന്നു. നെടുവീർപ്പോടെ ധൃതരാഷ്ട്രൻ സ്വന്തമായി പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിൻ്റെ 5-ാം ദിവസമായി. 5-ാം ദിവസം മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള മകരവ്യൂഹം ചമച്ചാണ് ഭീഷ്മർ തൻ്റെ സൈന്യങ്ങളെ അണിനിരത്തിയത്. സുരക്ഷിതവും സമർത്ഥവുമായ ആ വ്യൂഹബന്ധനം പാണ്ഡവരെ ആശ്ചര്യപ്പെടുത്തി. പാണ്ഡവർ ശേനവ്യൂഹമുണ്ടാക്കി കൗരവപ്പടയെ എതിർക്കുവാൻ തീരുമാനിച്ചു. ഒരു പരുന്ത് ചിറകു വിരിച്ച് നിലമ്പത്തിയിരിക്കുന്നത് പോലെയുള്ളതാണ് ശേനവ്യൂഹം. കൊക്കിൻ്റെ ഭാഗത്ത് വലിയ ഗദയുമായി ഭീമനും കണ്ണുകളും ചിറകുകൾ, പൃഷ്ഠം, പാർശ്വഭാവങ്ങൾ എന്നീ മർമ്മസ്ഥാനങ്ങളിൽ അജേയരായ പാണ്ഡവ പ്രമാണികളും നിലയുറപ്പിച്ചു. പാണ്ഡവപ്പടയുടെ വ്യൂഹബന്ധനം കൗരവരെയും ആശ്ചര്യപ്പെടുത്തി. അനേകം മഹാരഥന്മാരാൽ ചുറ്റപ്പെട്ട ഭീഷ്മർ രംഗത്തെത്തി. ദ്രോണാചാര്യനോടൊപ്പം ദുര്യോധനനും മറ്റും ഭാഗത്തുമെത്തി. ആദ്യം തന്നെ 2 വ്യൂഹങ്ങളുടെയും തലപ്പത്ത് നിന്നിരുന്ന ഭീഷ്മരും ഭീമനും തമ്മിൽ ഉഗ്രമായി യുദ്ധം ആരംഭിച്ചു. മഹാമയൻ ശരങ്ങൾ കൊണ്ട് ഭീമനെ മൂടി. ഭീമൻ ലേശം പോലും പരിഭ്രമമില്ലാതെ ശരങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും അസ്ത്രവിദ്യയിൽ അപാര വൈദഗ്ധ്യമുള്ള ഭീഷ്മനാണ് മുൻതൂക്കമുണ്ടായിരുന്നത്. ഇത് കണ്ട് അർജുനൻ അവിടെ എത്തി ഭീഷ്മരോട് ഏറ്റുമുട്ടി. അതോടെ അർജുനനും ഭീഷ്മനും തമ്മിലായി യുദ്ധം. 2 പേരും വില്ലാളി വീരന്മാരായിരുന്നതുകൊണ്ട് തുല്യനിലയിൽ തന്നെ അവർ പോരാടി. പടക്കളത്തിന്റെ ഇതര ഭാഗങ്ങളിൽ പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. കാശി രാജാവും അവന്തി രാജാവും തമ്മിലും, യുധിഷ്ഠിരനും ശല്യനും തമ്മിലും, ശിഖണ്ഡിയും ചിത്രസേനനും തമ്മിലും, അവരെല്ലാവരും തമ്മിലും പോരാടി. വികർണൻ സഹദേവനോടും, ചേരീതാനൻ ദ്രൗപദനോടും, മത്സ്യരാജാവ് ശകുനിയോടും, സാത്വികി ദ്രോണനോടും എതിരിട്ട് പൊരുതി. സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി. തേരാളുകൾ മരിച്ചു വീണു. തേരും വലിച്ചുകൊണ്ട് കുതിരകൾ പാഞ്ഞു തുടങ്ങി. അമ്പേറ്റ് അശ്വങ്ങൾ ചത്തുമലച്ചു. തേരുകൾ തവിടുപൊടിയായി. ആനകൾ വിരണ്ടോടി. തോമരം കയ്യിലേന്തിയ ആനക്കാർ ആ നിലയിൽ തന്നെ ചത്തുവീണു. ദിക്കുകളെല്ലാം പൊടിപടലം കൊണ്ട് മൂടി. കർണകഠോരമായ വിധത്തിൽ ഇടിവെട്ടി. കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിൽ കൊള്ളിയാൻ മിന്നി. പ്രചണ്ഡ മാരുതൻ ചാരൽപ്പൊടി പാറിച്ച് ചുറ്റിയടിച്ചു.
പടയിൽ നിന്ന് പൊങ്ങിയ പൊടിപടലം കൊണ്ട് സൂര്യബിംബം മാഞ്ഞു. കഴിഞ്ഞ 4 ദിവസത്തെ യുദ്ധത്തെ നിസാരമാക്കത്തക്ക വാശിയോടെയാണ് 5-ാം ദിവസത്തെ യുദ്ധം നടന്നത്. ദ്രോണനും സാത്വികിയും തമ്മിലുള്ള യുദ്ധം കണ്ടവർ കോൾമയർ കൊണ്ടു. ദിവ്യാസ്ത്രങ്ങൾ പലതും അവർ പരസ്പരം പ്രയോഗിച്ചു. പോർക്കളം അസകലം ചൂടുപിടിച്ചു. ആ സർവത്ര വാശിയേറിയ യുദ്ധം, സൈന്യങ്ങൾ തലയിട്ട് വീഴുന്ന ആ യുദ്ധം, വാഹനങ്ങൾ തവിടുപൊടിയായി പോയ ആ ഒരു യുദ്ധം. ദ്രോണന്റെ അത്ഭുതകരമായ ശരപ്രയോഗം കൊണ്ട് സാത്വികിക്ക് അല്പം ക്ഷീണമുണ്ടായി. അപ്പോഴേക്കും ഭീമൻ സാത്വികിയുടെ സഹായത്തിനെത്തി. ഭീമനും സാത്വികിയും കൂടി ദ്രോണനെ ആക്രമിച്ചപ്പോൾ ദ്രോണനെ ശക്തിയായി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട ഭീഷ്മർ മറ്റുള്ളവരെയെല്ലാം വിട്ട് ദ്രോണനോടൊപ്പം ചേർന്ന് സാത്വികിയെയും ഭീമനെയും ആക്രമിച്ചു. ശല്യനും മറ്റ് ചില മഹാരഥന്മാരും ഭീഷ്മ ദ്രോണാദികളുടെ സഹായത്തിനെത്തി. എല്ലാവരും കൂടി ചേർന്നപ്പോൾ ഭീമനെ പരാജയപ്പെടുത്തുവാനുള്ള പരിശ്രമം തന്നെ അവർ തുടങ്ങി. ദൂരെ നിന്ന് അഭിമന്യു ഇത് കണ്ട് ഭീമന്റെ അടുത്തേക്ക് ഓടിയെത്തി. ഇതേ സമയത്ത് ശിഖണ്ഡിയും ഇവിടെ വന്നു ചേർന്നു. മേഘത്തിൽ നിന്ന് ചൊരിയുന്ന ജലമെന്ന പോലെ ശിഖണ്ഡിയുടെ വില്ലിൽ നിന്ന് അസ്ത്രങ്ങൾ വർഷിക്കപ്പെട്ടു. ശിഖണ്ഡി ഭീഷ്മരെ ആക്രമിച്ചപ്പോൾ എല്ലാവരും പരിഭ്രമമായി. ഭീഷ്മരെ നിഗ്രഹിക്കുവാനായി ജനിച്ചവനെന്നറിയപ്പെടുന്ന ശിഖണ്ഡിയെ ആക്രമിച്ച് വധിക്കുന്നതിന് ദുര്യോധനൻ മഹാരഥന്മാരായ കുറേ രാജാക്കന്മാരെ നിയോഗിച്ചു. എന്നാൽ പെണ്ണായി പിറന്ന ആണായി തീർന്ന ശിഖണ്ഡിയോട് പോരാടുകയില്ലെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഭീഷ്മർ ആ രംഗത്തുനിന്ന് തന്നെ പിന്മാറി. അപ്പോൾ അത്യന്തരം വീറോടും വാശിയോടും കൂടി ദ്രോണൻ ശിഖണ്ഡിയോട് ഏറ്റുമുട്ടി. ദ്രോണന്റെ അസ്ത്രങ്ങൾ താങ്ങാനും തടയുവാനും ശക്തനാവാത്ത ശിഖണ്ഡി അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോയി. ഭീഷ്മർ മറ്റൊരിടത്തെത്തി. പലരും ശക്തിയിൽ എതിർത്തു നോക്കി. ഇത് കണ്ട് അർജുനൻ അവിടെ എത്തി. ഭീഷ്മനോട് ശക്തമായി തന്നെ ഏറ്റുമുട്ടുകയും ചെയ്തു. കൽപ്പാന്ത വർഷം പോലെയായി തീർന്നു അവരുടെ ശരവർഷം. ഭീഷ്മരെയും അർജുനനെയും സഹായിക്കുവാനായി പലരും അവിടെ എത്തി. ദേവാസുര യുദ്ധം പോലെ ഭീഷ്മാർജുന യുദ്ധം ഭീകരമായി കുറേ സമയം നീണ്ടുനിന്നു. 5-ാം ദിവസത്തെ യുദ്ധത്തിൽ ഇരുപക്ഷത്തുമുള്ള മിക്കവാറും എല്ലാവരും സജീവമായി പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഭീഷ്മ ദ്രോണാദികൾക്ക് പുറമേ ദുര്യോധനൻ, ദുശാസനൻ, ശല്യൻ, ജയദ്രഥൻ, ഭൂരിശ്രവസ്, അശ്വത്ഥാമാവ് തുടങ്ങിയവർ കൗരവപക്ഷത്തും, ഭീമാർജുനന്മാർക്ക് പുറമേ സാത്വികി, ദ്രുപദൻ, അഭിമന്യു, പാഞ്ചാലിപുത്രന്മാർ തുടങ്ങിയവർ പാണ്ഡവപക്ഷത്തും അക്ഷീണം പോരാടി. ഭയങ്കരമായ സംഹാരം തന്നെയായിരുന്നു അന്നത്തെ യുദ്ധം. കണ്ണിൽ കണ്ട സൈന്യങ്ങളെയെല്ലാം ഇരുപക്ഷത്തുള്ളവരും കൊന്നൊടുക്കി. ആനകളും അശ്വങ്ങളും കണക്കില്ലാതെ നിലംപതിച്ചുകൊണ്ടേയിരുന്നു. അവസാനം സാത്വികിയും ഭൂരിശ്രവസും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത്. രണ്ടുപേർക്കും തൃപ്തിയില്ലാതെ അന്നത്തെ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു. എല്ലാവരും താങ്കളുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പോർക്കളം മുഴുവൻ കുന്നുപോലെ ശവങ്ങൾ കൂടിക്കഴിഞ്ഞു. അരുവികൾ പോലെ രക്തമൊഴുകി. രക്തം നക്കി കുടിക്കുവാൻ ശവങ്ങൾ തടിച്ചു വലിച്ച് തിന്നുവാനുമായി കുറുനരികളും പടക്കളത്തിൽ തിങ്ങി നിറഞ്ഞിരുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ 6-ാം ദിവസം പിറക്കുകയായി. മകരവ്യൂഹം നിർമ്മിച്ച് സൈന്യങ്ങളെ സജ്ജമാക്കണമെന്നുള്ള യുധിഷ്ഠിരന്റെ നിർദ്ദേശമനുസരിച്ച് പൊഴുതു വെടിഞ്ഞപ്പോൾ തന്നെ ദൃഷ്ടദ്യുമ്നൻ വ്യൂഹബന്ധനം നടത്തി. ക്രൗഞ്ചവ്യൂഹം നിർമ്മിച്ചാണ് ഭീഷ്മർ മകരവ്യൂഹത്തെ നേരിട്ടത്. ഇരുവ്യൂഹങ്ങളുടെയും പ്രധാന ഭാഗങ്ങളിലായി പാണ്ഡവ പ്രമാണികളും കൗരവ പ്രമാണികളും നിലയുറപ്പിച്ചു. തുടക്കം മുതൽക്കേ നിഷ്ഠൂരമായ വിധത്തിലായിരുന്നു ഇരുവിഭാഗക്കാരുടെയും പോരാട്ടം. കൗരവർ തങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ പരാജയം പരിഹരിക്കുന്നതിന് അത്യന്തം വാശിയോടെ പൊരുതി. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നേടിയ നേട്ടം കൊണ്ട് തൃപ്തരാകാതെ നിർണായകമായ വിജയത്തിനായി പാണ്ഡവപക്ഷവും പോരാടി. ദ്രോണാചാര്യൻ യാതൊരു ദൈന്യത്യവുമില്ലാതെ ശത്രുപക്ഷത്തുള്ളവരെ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. ഭീമൻ ദ്രോണരുടെ സൂതനെ എയ്തു വീഴ്ത്തി. എന്നാൽ ഒട്ടും കൂസാതെ കുതിരകളെ നിയന്ത്രിച്ചുകൊണ്ട് ദ്രോണൻ അമ്പുകളെയ്ത് പാണ്ഡവ നേതാക്കന്മാരെയും സൈന്യത്തിനെയും വിറപ്പിച്ചു. പഞ്ഞിക്കൂമ്പാരം അഗ്നി കൊണ്ടെരിയുന്നത് പോലെയായിരുന്നു ദ്രോണന്റെ അസ്ത്രമേറ്റ് പാണ്ഡവ സൈന്യങ്ങളുടെ നശിച്ചുകൊണ്ടേയിരുന്നത്. അധികം താമസിയാതെ ഇരുഭാഗത്തെയും വ്യൂഹങ്ങൾ തകർക്കപ്പെട്ടു. എങ്കിലും സൈന്യങ്ങൾ നിഷ്കരണം എത്തി എതിരാളികളെ നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. ദുര്യോധനനെ നേരിടുവാനുള്ള അദ്യമമായ ആവേശത്തോടെ ഭീമസേനൻ തകർന്ന കൗരവ വ്യൂഹത്തിന്റെ ഉള്ളിലേക്ക് കുതിച്ചു. ദുര്യോധനനും സഹോദരന്മാരും മറ്റു അനുയായികളും കൂടി ഭീമനോട് ഏറ്റുമുട്ടി. ദുര്യോധനനെ നേരിൽ കണ്ടപ്പോൾ ഭീമൻ ആക്രോശിച്ചു. ഇപ്പോൾ തന്നെ ദുര്യോധനനെ വകവരുത്തിക്കളയാമെന്ന് അലറിക്കൊണ്ട് ഭീമൻ ഗദയുമായി തേരിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടി. അപ്പോഴേക്കും ഭീമനെ ദുര്യോധനനടക്കം അസംഖ്യം കൗരവ മുഖ്യന്മാരും സൈന്യങ്ങളും വളഞ്ഞു. ഭീമനാവട്ടെ ഒട്ടും പതറിയില്ല. കൂസൽ കൂടാതെ അനായാസേന അവൻ ഗദവീശി ചുറ്റിയടിച്ച് തൻ്റെ നേർക്ക് വരുന്ന ബാണങ്ങളെ തടഞ്ഞ് ചിഹ്നഭിന്നമാക്കുകയും ചെയ്തു. എതിരാളികളെ അടിച്ചു വീഴ്ത്തുകയും അവരെ സംഹരിക്കുകയും ചെയ്തു.
അപ്പോൾ അവിടെ എത്തിയ ദൃഷ്ടദ്യുമ്നൻ ഭീമനെ തേരിൽ കാണാതെ ആശങ്കാകുലനായി തേരാളിയോട് ചോദിച്ചു. തുടരും.